എം വി ഗോവിന്ദൻ്റെ ഒരു പ്രസ്താവന കണ്ടിരുന്നു. അതായത് ഇങ്ങനെയാണ്: BJPയുടെ കാവ്യവൽക്കരണത്തിന് കോൺഗ്രസ് പൂർണ്ണ പിന്തുണ നൽകുകയാണ്. RSS ഭരണം പോലെയാണ് VD സതീശൻ ഭരണം നടത്തുന്നത് എന്നൊക്കെയാണ്. RSS നിർദ്ദേശം അനുസരിച്ച് ഭരിക്കുന്ന ഒരാളായി VD സതീശൻ മാറി. സംസ്ഥാന പോലീസ് മേധാവിയെ ഗവർണർ നേരിട്ട് വിളിച്ചു വരുത്തി നിർദ്ദേശം നൽകിയ സംഭവത്തിൽ മുഖ്യമന്ത്രി ഒരു അക്ഷരം മിണ്ടുന്നില്ല. LDF ഭരണകാലത്ത് ഗവർണറുടെ ഇത്തരം ശ്രമങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി ശക്തമായി എതിർപ്പറിയിക്കുകയും ഉദ്യോഗസ്ഥരെ അയക്കാതിരിക്കുകയും ചെയ്തു. എന്നാൽ ഇതിനെല്ലാം വഴങ്ങുകയാണ് മുഖ്യമന്ത്രി എന്നും നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നു. ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നമ്മൾ അറിയേണ്ട ചില കാര്യങ്ങൾ, സത്യത്തിൽ CPMന് ആശയദാരിദ്ര്യം പിടികൂടിയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം ഈ സർക്കാർ, UDFൻ്റെ സർക്കാർ അധികാരത്തിൽ കയറിയിട്ട് 3 മാസങ്ങൾ പിന്നിടുന്നു. അതായത് 90 ദിവസങ്ങൾ പിന്നിടുന്നു. ഹണിമൂൺ പീരീഡൊക്കെ കഴിഞ്ഞു, അടുത്തൊരു ഓണക്കാലത്തേക്ക് വന്നു. ഈ ഓണക്കാലത്തിലേക്ക് എത്തി നിൽക്കുന്നു. ഈ പറയുന്ന പലർക്കും പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ, ഉത്സവ ഭത്ത, ബോണസ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാ സർക്കാർ കഴിഞ്ഞ ദിവസം ഇതെല്ലാം ചെയ്തു വെച്ച് കഴിഞ്ഞു. ഇന്ന് ബെബ്കോ ജീവനക്കാർക്ക് ഏകദേശം 1 ലക്ഷം രൂപയോളം അവർക്കും ബോണസ് പ്രഖ്യാപിച്ചു ഓണക്കാലം. ഈ 3 മാസം കഴിഞ്ഞിട്ടും ഇതിനകത്ത് നടന്നിട്ടുള്ള പല നിയമനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അന്ന് തന്നെ ആക്ഷേപം ഉയർത്തിക്കൊണ്ടിരുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം, പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ആശയദാരിദ്ര്യം കൊണ്ടാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിരന്തരം? RSS ഭരിക്കുന്നു, അല്ലെങ്കിൽ RSS ഇവിടുത്തെ VD സതീശനെ കൊണ്ട് ഭരണം നിർവഹിപ്പിക്കുന്നു അവർക്കിഷ്ടപ്പെട്ട രീതിയിൽ. ഇങ്ങനെ കാലം എത്ര കഴിഞ്ഞാലും ഇനി 5 വർഷക്കാലവും MV ഗോവിന്ദൻ മാസ്റ്റർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമോ എന്നുള്ളതാണ് സംശയം. ഇത് തന്നെ എത്ര കാലം പറയാനാണ്? വേറെ വിഷയങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുക എന്നുള്ളതല്ലേ ചെയ്യേണ്ടത്? എന്നിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പുതിയ വിഷയം ഏറ്റെടുക്കാനോ ആ വിഷയത്തെ സർക്കാർ തലത്തിൽ കൊണ്ട് എത്തിക്കുന്നതിനോ, അതുമല്ലെങ്കിൽ പൊതുജന നന്മയെ കരുതിയിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം ഏറ്റെടുത്തുകൊണ്ട് ഒരു സമരപരിപാടി നടത്തി സർക്കാരിൻ്റെ ശ്രദ്ധയിലേക്ക് അത് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടോ, അല്ലെങ്കിൽ ഒരു ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടോ ഇതുവരെ എന്തെങ്കിലും നടപടിക്രമങ്ങൾ പാലിക്കുവാൻ അല്ലെങ്കിൽ നടത്താൻ നമ്മുടെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് പറയുന്നത് ഒരുതരം രാഷ്ട്രീയ പാപ്പരത്വം എന്നുള്ള നിലയിൽ തന്നെ നമുക്ക് കാണേണ്ടി വരും. കാരണം RSSുമായി ബന്ധമുണ്ട്. ആ RSSുമായി ഉള്ള ബന്ധത്തെ, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ VD സതീശൻ എന്ന് പറയുന്ന വ്യക്തി RSS ബന്ധമുള്ള ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് തെളിയിക്കുന്നതിനാവശ്യമായ എന്തെങ്കിലും ഒരു തെളിവ് ഈ പ്രതിപക്ഷം ജനസമക്ഷം വെച്ചിട്ടുണ്ടോ? അങ്ങനെ ഒരു തെളിവ് ഇതുവരെ ജനസമക്ഷം വെച്ചിട്ടില്ല. ഇനിയും RSSൻ്റെ ബ്രാൻഡിങ്ങിൽ ഇവർ നിയമിച്ചിട്ടുള്ള പല ആളുകളെയും നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കുക. രത്തൻ യു ഖേൽക്കർ മുതൽ ഇപ്പോൾ എത്തി നിൽക്കുന്ന മോഹൻ കുന്നുമ്മൽ വരെയുള്ള ആൾക്കാരെ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ RSS ബന്ധം തെളിയിച്ച് പൊതുജനത്തിൻ്റെ മുന്നിലേക്ക് കൊടുക്കാൻ, അത് തെളിയിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ അവർ മുൻപ് ഉണ്ടായിരുന്ന രാഷ്ട്രീയ പശ്ചാത്തലം ജനങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാം. അങ്ങനെ തെളിയിച്ച് ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞിട്ടില്ല തന്നെ. രത്തൻ യു ഖേൽക്കർ ഇവിടെ തുറമുഖ വകുപ്പ് സെക്രട്ടറി ആയിരിക്കുന്നു. അദാനി പോർട്ട് അദാനി അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിൽക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ 49% ഓഹരികൾ വിൽക്കുന്നു. ആരാണ് ചോദ്യം ചെയ്യേണ്ടത്? അല്ലെങ്കിൽ അതിനെതിരായി ഒരു ബഹുജന മുന്നേറ്റമോ ബഹുജന പ്രക്ഷോഭമോ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? അപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുപക്ഷത്തിൻ്റെ നില പരുങ്ങലിലാണ് എന്ന് പറയേണ്ടി വരും. അതായത് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ആളെ കൂട്ടാൻ കഴിയാത്ത ദുരവസ്ഥയുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ആളെ കൂട്ടാൻ കഴിയുന്നില്ലേ? ആളെ കൂട്ടാൻ കഴിയാത്ത ഒരു പാർട്ടിയായി CPIM അബദ്ധപ്പതിച്ചു പോയോ എന്ന് ചിന്തിക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചർവിത ചർവണം എന്ന് പറയും പോലെ വീണ്ടും വീണ്ടും RSS ബാന്ധവം തന്നെ വിഷയമാക്കി കത്തിച്ച് നിർത്താൻ ശ്രമിക്കുന്നത്. ഇത് കുറേ കേൾക്കുമ്പോൾ പൊതുജനത്തിന് തന്നെ തോന്നും, ഇത് ഗോവിന്ദൻ മാഷിന് തന്നെ പറ്റി, ഗോവിന്ദൻ മാഷിന് വേറൊന്നും സംസാരിക്കാനില്ലേ, ഗോവിന്ദൻ മാഷ് തോറ്റുപോയ ഒരു പാർട്ടി സെക്രട്ടറി അല്ലേ എന്ന് പൊതുജനം ചിന്തിച്ചാൽ മാഷെ അതിന് വേറൊന്നും ചെയ്യാനില്ല. ഗോവിന്ദൻ മാഷെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദൻ മാഷ് പാർട്ടിയിൽ പൊതുജനം സംസാരിക്കുന്ന പോലെ തന്നെ പാർട്ടിയിൽ എന്ത് തിരുത്തൽ നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ കഴിയുമോ? പാർട്ടി മുൻപെങ്ങുമില്ലാത്ത ചരിത്രത്തിൽ ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇത്രയും ക്രൂരമായ രീതിയിൽ, അങ്ങനെ തന്നെ പറയേണ്ടി വരും, ഇത്രയും ക്രൂരമായ രീതിയിൽ CPM അല്ലെങ്കിൽ ഇടതുപക്ഷം പരാജയപ്പെടുന്നത് ഇത് ആദ്യമായിട്ടാണ്. ഇങ്ങനെ ആദ്യമായി ഈ രീതിയിൽ പരാജയപ്പെട്ടു നിൽക്കുന്ന CPM പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുന്ന MV ഗോവിന്ദൻ മാഷിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് മുന്നിലുള്ളത്?
പാർട്ടി തിരുത്തൽ രേഖ കൊണ്ടുവന്നോ, അല്ലെങ്കിൽ തിരുത്തലിന് തയ്യാറായോ, പാർട്ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ തിരുത്തിയിട്ടുണ്ടോ? ഇതൊക്കെ ആദ്യം പൊതുജനത്തെ അറിയിക്കുന്നേ. ഞങ്ങളുടെ ഇന്ന നിലപാട് തെറ്റായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ ആ നിലപാട് തിരുത്തി, ഞങ്ങൾ അത് തിരുത്തി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നു. അതാണ് ജനത്തിനറിയേണ്ടത്. ഇവിടെ വി ഡി സതീശൻ സംഘപരിവാറിന് അനുകൂലിയാണോ, മുഖ്യമന്ത്രി സംഘപരിവാറുമായി അടുത്ത് നിൽക്കുന്ന ഒരാളാണോ എന്ന് ചിന്തിക്കുകയല്ലായിരുന്നു വേണ്ടത്. അത് ഈ 5 വർഷക്കാലം പറഞ്ഞുകൊണ്ട് യാതൊരു പ്രയോജനം കിട്ടാൻ പോകുന്നില്ല, ഒരു ഗുണവും കിട്ടുന്നില്ല. ഇവിടെ ഭരണത്തിൽ എന്തൊക്കെയാണ് വീഴ്ചകൾ സംഭവിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇപ്പം ഈ തുറമുഖ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അല്ലെങ്കിൽ ധനകാര്യ വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുമല്ലെങ്കിൽ അദ്ദേഹം കൈകാര്യം ചെയ്യുന്ന നിയമവകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെങ്കിലും പോരായ്മകളുണ്ട് എങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയല്ലേ വേണ്ടത്. അല്ലാതെ ഈ പറയുന്ന നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് എത്ര കാലമായി ഇതൊക്കെ നടന്നിട്ടുണ്ട്. 6 ഏക്കർ പോലീസ് മേധാവിയെ വിളിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അത് സംബന്ധിച്ച് അതൃപ്തി അറിയിക്കുമെന്ന് ഈ മുഖ്യമന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ചെയ്ത തെറ്റായ പ്രവണതയാണ്, കീഴ്വഴക്കമാണ് എന്ന് പറഞ്ഞു. മോഹൻ കുന്നുമലിനെ പരാമർശിക്കാതെ തന്നെ റോജി എം ജോൺ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരാമർശിച്ചു കഴിഞ്ഞു. സർവകലാശാല VC-മാർ രാഷ്ട്രീയ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പാടില്ല എന്ന് റോജി എം ജോൺ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ വീണ്ടും ഗോവിന്ദൻ മാഷ് ഇങ്ങനെ പറയുന്നത് എന്തിനാണ്? എവിടെയാണ് RSS വൽക്കരണം നടന്നിട്ടുള്ളത്? അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ ഏത് ആശയങ്ങളാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിയത് എന്ന് തുറന്ന് സമ്മതിക്കുവാൻ, അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുമ്പിൽ തെളിവ് വെച്ചു കൊടുക്കണം. പക്ഷേ അത് കഴിയുന്നില്ല പാർട്ടിക്ക്. അപ്പോൾ വീണ്ടും പറഞ്ഞത് തന്നെ MV ഗോവിന്ദൻ മാഷ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതിനപ്പുറത്തേക്ക് അതിനകത്ത് വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടതില്ല എന്ന് നമുക്ക് കരുതേണ്ടി വരും. അപ്പോൾ ഗോവിന്ദൻ മാഷെ സംബന്ധിച്ചിടത്തോളം ഗോവിന്ദൻ മാഷ് ചെയ്യേണ്ട, ഗോവിന്ദൻ മാഷ് അല്ലാന്നുണ്ടെങ്കിൽ CPM ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. പാർട്ടി ഒരു തിരുത്തലിന് തയ്യാറായിട്ടില്ല, പാർട്ടിയിലെ തെറ്റുകുറ്റങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. പാർട്ടിക്കുള്ളിൽ നിന്ന് പോലും AN ഷംസീർ അടക്കമുള്ള നേതാക്കന്മാർ ഉയർത്തിക്കൊണ്ടിരുന്ന വിവാദങ്ങളെ, അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന പ്രശ്നങ്ങളെ പഠിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്ത ഒരു പാർട്ടി സെക്രട്ടറിയായി അങ്ങ് മാറി എന്നുള്ളതാണ് ഇതിനകത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. സ്വന്തം കണ്ണിലെ കരടെടുത്ത്, അല്ലെങ്കിൽ കോലെടുത്തിട്ട് മതി അന്യൻ്റെ കണ്ണിലെ കരടെടുക്കാൻ എന്നൊരു ചൊല്ലുണ്ട് എന്ന് പറയുന്ന പോലെയാണ് എന്ന് ആ ഒരു കാര്യം ഗോവിന്ദൻ മാഷോട് പറയേണ്ടി വരും. സ്വന്തം കണ്ണിലെ കോലെടുത്തിട്ട് മറ്റുള്ളവൻ്റെ കണ്ണിലേക്ക് കരടെടുക്കാൻ ശ്രമിക്കുന്നതല്ലേ മാഷെ ഉത്തമം. അപ്പം ആദ്യം തൻ്റെ കണ്ണിലിരിക്കുന്ന ആ കോല് വലിച്ചൂരാൻ ശ്രമിക്കുക. ആ കോല് വലിച്ചൂരിയിട്ട് സംഘടനാപരമായി CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ശക്തമാണ് എന്നൊരു തോന്നൽ പൊതുജനത്തിന് മുമ്പിൽ കൊണ്ടുവരിക. ആദ്യം അത് ചെയ്യുക. അതിനുശേഷം 10 ആളെ കൂട്ടിയിട്ട് സർക്കാരിനെടുക്കുന്ന ജനദ്രോഹപരമായ നടപടികൾക്കെതിരെ സംസാരിക്കാൻ ശ്രമിക്കുക. അത് ജനങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. പണ്ടുണ്ടായിരുന്ന പാർട്ടി അല്ല ഇപ്പോൾ ഉള്ളതെന്ന് ഗോവിന്ദൻ മാഷിനും അറിയാം. പണ്ട് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി എന്തായിരുന്നു ചെയ്തത് എന്നുള്ളതിനെക്കുറിച്ച് ഗോവിന്ദൻ മാഷ്ക്ക് നല്ല വശമുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ആ രീതിയിലേക്ക് CPM എന്ന് പറയുന്ന പാർട്ടിക്ക് ഇപ്പോൾ മാറാൻ കഴിയാതെ പോകുന്നത്? ഏത് ഘട്ടത്തിലാണ് പാർട്ടി വഴിമാറി ചിന്തിച്ചു തുടങ്ങിയത്? വ്യക്തിയാരാധനയിലേക്ക് എന്നു മുതലാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അധപ്പതിച്ചു പോയത്? അമ്മാതിരി ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരം തേടി അത് പൊതുജനത്തിനെ ബോധിപ്പിച്ച് ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാകില്ല എന്ന് കരുതിയാൽ മാത്രമേ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി അങ്ങോട്ട് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിലനിൽപ്പ് ഉണ്ടാക്കിയെടുത്തിട്ട് പോരെ ഈ പറയുന്ന VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇവിടെ RSS വൽക്കരണം നടത്തുന്നു എന്ന് പറയാൻ? എന്തായിരുന്നാലും 5 വർഷം VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തുണ്ടാവും, അക്കാര്യത്തിൽ സംശയമൊന്നുമില്ല. VD സതീശനുണ്ടാവും, നിലവിലത്തെ മന്ത്രിസഭയും അതുപോലെ തന്നെ 5 വർഷക്കാലം ഉണ്ടാവും. 5 വർഷക്കാലം കൊണ്ട് വിമർശിക്കാൻ. ഈ 5 വർഷക്കാലവും ഒരേ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് ജനങ്ങൾക്ക് ബോറടിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഉണ്ടാകേണ്ട വിഷയങ്ങളെ നന്നായി മനസ്സിലാക്കുകയും പൊതുജന താല്പര്യാർത്ഥം തന്നെ പ്രവർത്തിക്കുവാൻ ഇടതുപക്ഷം തയ്യാറാകുകയും ചെയ്യണമെന്നുള്ളതാണ് ഒരു കാര്യം.